തൃശൂർ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിൽ പ്രശ്ന പരിഹാര ചർച്ച നാളെ നടക്കും. ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്നാലും നഴ്സുമാരുടെ സമരം ഒടുവിൽ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ്. നാളെയാണ് ചർച്ച നടക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? കാർത്തു, ഈ സമരം, അതായത് തൃശ്ശൂരിലെ ജൂബിലി അമല ആശുപത്രികളിൽ സമരം ആരംഭിച്ചിട്ട് നാളേക്ക് 103 ദിവസം എത്തുകയാണ്. ഇത്രയും ദിവസം പിന്നിട്ട ശേഷമാണ് ഈ വിഷയത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സംഭവ ബഹുലമായിരുന്നു തൃശ്ശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം. വലിയ രീതിയിലുള്ള മാർച്ചുകളും പ്രക്ഷോഭങ്ങളും ഉൾപ്പെടെ നഴ്സുമാർ നടത്തി. എന്നിട്ടും ഈ ഘട്ടങ്ങളിലൊന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറായില്ല. തൃശൂർ കളക്ടറേറ്റിലേക്ക് ഉൾപ്പെടെ നഴ്സുമാർ തള്ളിക്കയറുന്ന സംഭവം ഉണ്ടായി. ലാത്തി ചാർജ് വരെ ഉണ്ടായി ആ ഘട്ടത്തിൽ. എന്നിട്ട് പോലും മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറായില്ല. ഒടുവിലാണ് ഇപ്പോൾ അതായത് നഴ്സുമാർ UNA പ്രതിനിധികൾ ആഗ്രഹിച്ച ആ ഒരു സുദിനം നാളെ വന്നെത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ പ്രാഥമിക ചർച്ചയ്ക്ക് ആദ്യ ചർച്ചയാണ് നാളെ നടക്കാൻ പോകുന്നത്. സമരം 100 ദിവസം കഴിഞ്ഞിട്ടും ഇത്രയും നാളും ചർച്ചയ്ക്ക് തയ്യാറാവാത്ത മാനേജ്മെന്റ് പ്രതിനിധികൾ നാളെ ചർച്ചയ്ക്ക് തയ്യാറായി എന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് UNA പ്രതിനിധികൾ കാണുന്നത്. എന്തായാലും തൃശൂർ ജൂബിലി ആശുപത്രിയിൽ വെച്ചാണ് ഈ ചർച്ച നടക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ച. ഈ അമല ജൂബിലി ആശുപത്രികളിലെ മാനേജ്മെന്റ് പ്രതിനിധികളും ഇരു ആശുപത്രികളിലെയും UNA യൂണിറ്റ് ഭാരവാഹികളുമാണ് ചർച്ചയിൽ പങ്കെടുക്കുക. കഴിഞ്ഞ ആഴ്ച K മുരളീധരൻ ആരോഗ്യമന്ത്രി UNA ജൂബിലി ആശുപത്രിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ആ സമയത്ത് മാധ്യമങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മന്ത്രിയോട് ആരാഞ്ഞിരുന്നു. മന്ത്രി അന്ന് പറഞ്ഞത് ഒരാഴ്ചയ്ക്കകം സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ വെളിച്ചത്തിലാകാം ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് മാനേജ്മെന്റ് പ്രതിനിധികൾ തയ്യാറായിട്ടുള്ളത്. എന്തായാലും UNA ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് 12,000 രൂപ വർധനവാണ്, ശമ്പളത്തിൽ വർധനവാണ് UNA പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. അത് എത്ര കണ്ട് ഇവരെ മുന്നോട്ട് വയ്ക്കുന്ന വർധനവ് മാനേജ്മെന്റ് പ്രതിനിധികൾ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അതൊക്കെ നാളെ ചർച്ചയ്ക്ക് ശേഷമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 800+ ബെഡ് കാറ്റഗറിയുള്ള ആശുപത്രിയാണ് തൃശൂർ ജൂബിലി, അതുപോലെ തന്നെ അമല ആശുപത്രികൾ. അവിടെ നിയമപ്രകാരം ലഭിക്കേണ്ട ശമ്പള വർധനവാണ് ഈ 12,000 രൂപ. പക്ഷെ അത് മുഴുവനായും മാനേജ്മെന്റ് അംഗീകരിക്കുമോ, അതല്ലെങ്കിൽ ഇരു കൂട്ടർക്കും, അതായത് UNA ഭാരവാഹികൾക്കും അതുപോലെ മാനേജ്മെന്റ് പ്രതിനിധികൾക്കും സമ്മതം ഉള്ള ഒരു തുകയിലേക്കൊക്കെ എത്തുമോ എന്നുള്ള കാര്യമൊക്കെ നാളെ ചർച്ചയ്ക്ക് ശേഷമേ വ്യക്തത വരൂ. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് UNA ഭാരവാഹികൾ. നാളെ ചർച്ചയിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് UNA ഭാരവാഹികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കർത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.